രാത്രിയിൽ തന്നെ അടുക്കളയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടിട്ട് രാവിലെ എണീക്കും അടുക്കള കാണാൻ വേറെ തന്നെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ഭംഗി മാത്രമല്ല അടുക്കളയിൽ കയറി ജോലി എടുക്കാനും ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ രാവിലെ എണീറ്റിട്ട് ഞാൻ നേരെ അടുക്കള വാതിലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. പിന്നെ ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. ഉറക്കം ശരിയാവാത്തതുകൊണ്ട് തന്നെ കണ്ണും തിരുമ്മിയിട്ടാട്ടോ വരുന്നത്. അങ്ങനെ നമ്മുടെ കുക്കറൊക്കെ എടുത്ത് രാത്രി തന്നെ കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൈയോടെ അങ്ങോട്ട് കഴുകിയിട്ട് കുക്കറിലാക്കിയിട്ട് വേവിക്കാണ്ട് വെക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ കടലയൊക്കെ വേഗം വേവിക്കാണ്ട് വെച്ചിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടി എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. അതെല്ലാം അരിഞ്ഞു വെച്ചിട്ട് ഞാൻ നേരെ ഉമ്മർത്ത് ചെന്നിട്ട് നമ്മുടെ വാതിലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഉമ്മർത്ത് കുറച്ച് ചവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ സോഫ സെറ്റിയൊക്കെ ഒന്ന് കുഴഞ്ഞ് വിരിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നീറ്റാക്കിയിട്ടിട്ട് വേണം ഇനി മുറ്റത്തോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിള്ളേർ ചെരുപ്പിട്ട് കയറിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളാണെന്നുണ്ടെങ്കിലും ചെരുപ്പിട്ട് കയറി കഴിഞ്ഞ് ഇവിടെ ഭയങ്കര മണ്ണും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കൈയോടെ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന നേരത്താണ് നമ്മുടെ അയിനൂസ് ഉറക്കത്തിന് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ അങ്ങോട്ട് എണീപ്പിച്ച് വിട്ടിട്ട് ഞാൻ അവിടെയൊക്കെ ചെരുപ്പൊക്കെ ഒതുക്കി വെക്കാനായിട്ട് ചെയ്യുന്നത്. പിന്നെ വാതുക്ക പടിയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചായയും അതുപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം ഞാനൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. കടല വേവിച്ചത് അതിലോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടപ്പ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്റ്റേഞ്ച് ചെയ്യുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ. ഒരടപ്പ് നല്ലോണം കത്തും, ഒരടപ്പ് ചെറുതായിട്ടേ കത്തുള്ളൂ. അപ്പോൾ കടലക്കറി വേഗം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പുട്ടാണ്ട് ഇന്ന് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെച്ചേക്കായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പുട്ടും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കയ്യോടെ വെക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ കാക്കുള്ള ചായ കട്ടൻ ചായ ആണ് കാക്ക് വെക്കുന്നത്. പാൽ ചായ കുടിച്ചിട്ട് കഫക്കെട്ടാണെന്നും പറഞ്ഞിട്ട് കട്ടൻ ചായ ഇട്ട വെക്കുന്നത്. പിന്നെ നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കാക്കുള്ള കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണികൾ തീരുമാനം ഉണ്ടായിരുന്നു. അതെല്ലാം വേഗം മിഷ്യത്തിലോട്ടാക്കി നമ്മുടെ പുട്ടും അങ്ങോട്ട് വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല നമ്മുടെ പുട്ടും കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അയിനൂസ് ഉറക്കത്തിന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിട്ടുള്ള പണിയായിരിക്കും കേട്ടോ. അവൾ പാത്രം കഴുകാമെന്ന് പറഞ്ഞ് അവിടെ വന്ന് നിൽക്കുകയാണ്. പിന്നെ ഞാൻ വേഗം തന്നെ ചായയൊക്കെ പകർത്തി എടുക്കുന്നുണ്ട്. പിന്നെ കൈയോടെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ. തിണ്ണപ്പുറവും പാത്രവും ഒക്കെ പരന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം അങ്ങോട്ട് കൈയോടെ അങ്ങോട്ട് ക്ലീൻ ചെയ്തിടാണ്. പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ മേളും പിന്നെ അവിടെ എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് എനിക്കുള്ള പുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കുള്ള പുട്ടും വേഗം ഒരു പാത്രത്തിലോട്ട് പകർത്തിയിട്ട് നമ്മുടെ അവിടെയൊക്കെ ആ കടലക്കറിയൊക്കെ ഒന്ന് എടുത്ത് ഞാനും ചായ കുടിക്കാൻ വേണ്ടി പോവാണ്ട് ചിനിക്കാകാൻ്റെ കൂടെ തന്നെ. അങ്ങനെ പുട്ടും കടലക്കറിയും കൂട്ടിയിട്ട് ഞാനും അയിനൂസ് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ചിനിക്കാക അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാണ്ട് നമ്മുടെ അയിനൂസിന് കറി കൂട്ടി കഴിക്കണ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് വെറുതെ പുട്ട് മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെ പുട്ട് മാത്രം അവൾക്ക് കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും പുട്ടും കടലക്കറിയും കൂട്ടി ഫുഡ് കഴിക്കുകയാണ്. നമ്മുടെ ബീഫ് മസാലയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിനിക്കാതെ വർക്കിന് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ ഇക്കാക്ക് എന്തോ പറഞ്ഞിട്ട് വീട്ടിലോട്ട് ഓടിക്കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കുഞ്ഞു വീഡിയോ.